ഹലോ സ്റ്റുഡൻസ്, പലപ്പോഴും അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് നിങ്ങൾ വരുമ്പോൾ ചില ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതായത് ഇതിൻ്റെ അകത്ത് പ്രോബ്ലം ആണോ, കാൽക്കുലേഷൻ വരുന്നുണ്ടോ, അതുപോലെ തന്നെ മാത്സ് ഇതിൽ അപ്ലൈ ചെയ്യുന്നുണ്ടോ, ഇത്തരത്തിലുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. ആദ്യമായിട്ട് കൊമേഴ്സ് പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊമേഴ്സിലേക്ക് വരുന്ന കുട്ടികളാണെങ്കിൽ, അതായത് +1 +2 പഠിക്കാതെ കൊമേഴ്സിന്റെ പ്രീമിയം കോഴ്സിലേക്ക് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സിലേക്ക് വരുന്ന കുട്ടികളാണെങ്കിൽ അയ്യോ ഞങ്ങൾ സയൻസ് ആണ് പഠിച്ചത്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അക്കൗണ്ടൻസി പോലുള്ള വിഷയത്തിൽ അല്ലെ അക്കൗണ്ടൻസി പോലുള്ള സബ്ജക്റ്റ് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ? ഈ ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം അക്കൗണ്ടൻസിയുടെ ബേസ് പഠിച്ചു വെച്ചാൽ മതി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് അക്കൗണ്ടൻസിയുടെ ബേസ് ഒക്കെ ക്ലിയർ ആക്കി വെക്കാം. സോ അക്കൗണ്ടൻസി, ആ സ്പെല്ലിങ്ങിനെ നോക്കി എന്ത് ഭംഗിയാണ്. അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഒരു സിമ്പിൾ, അതായത് വളരെ സിമ്പിൾ ആയിട്ട് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അതായത് മാത്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല എന്നല്ല, മാത്സിന് ചെറിയ കാര്യങ്ങൾ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ആഡ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അല്ലാതെ മാത്സിന്റെ തിയറംസ് ഒന്നും ഇവിടെ അപ്ലൈ ചെയ്യുന്നില്ല, ട്രിഗണോമെട്രി ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റിലേഷൻ ഫംഗ്ഷൻ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അക്കൗണ്ടൻസിൽ അപ്ലൈ ചെയ്യുന്നില്ല. ഒരു സിമ്പിൾ ആയിട്ട് കൺസെപ്റ്റ് കിട്ടുകയാണെങ്കിൽ, അതായത് ബേസ് കിട്ടുകയാണെങ്കിൽ അക്കൗണ്ടൻസിന്റെ ഏത് സ്റ്റെപ്പ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കും. സോ വി ക്യാൻ മൂവ്. അക്കൗണ്ടൻസി പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചൊരു ബേസ് ആണ്, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. സോ നമുക്ക് നേരെ പോകേണ്ടത് ഇങ്ങനെയാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ അല്ലേ. നമ്മളൊരു സയൻസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ കൊമേഴ്സിനെ കുറിച്ച് നമുക്ക് ധാരണ ഇല്ലാത്ത, അല്ലെങ്കിൽ കൊമേഴ്സിന്റെ ഒരു ബേസും കിട്ടാത്ത കുട്ടികളാണെങ്കിൽ നമുക്ക് ചെറിയൊരു എക്സാമ്പിളൂടെ മെല്ലെ നമുക്ക് അക്കൗണ്ടൻസിൽ എത്താൻ പറ്റും. ഓക്കെ അല്ലേ? സോ വി ആർ സ്റ്റാർട്ടിങ്. നിങ്ങൾ നോക്കിയേ, ഈ പിക്ചർ നോക്കിയേ മക്കളെ. ഈ പിക്ചർ നോക്കിയാൽ നല്ല ഭംഗിയുള്ള, നമ്മൾ +1 +2 പഠിക്കുന്ന സമയത്ത് നമ്മൾ എഡ്യൂക്കേഷനിലെ ടൈമിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണിത്. നമ്മുടെ ഒരു നോട്ട്ബുക്ക് ആണ് അല്ലേ, ഒരു അടിപൊളി നോട്ട്ബുക്ക് ആണ് അല്ലേ. ക്ലാസ്മേറ്റ് എന്ന് പറയുന്ന ഒരു നോട്ട്ബുക്കാണ്. നല്ല പിക്ചറൊക്കെ ഉള്ള, സീബ്രയുടെ പിക്ചറൊക്കെ ഉള്ള നല്ല നോട്ട്ബുക്കാണ്. സോ മൈ ക്വസ്റ്റ്യൻ, അതായത് നമുക്ക് ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും ആ നോട്ട്ബുക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുക എനിക്കൊരു ക്ലാസ്മേറ്റിൻ്റെ നോട്ട്ബുക്ക് വേണം എന്നായിരിക്കും പറയുക. ഓക്കെ, എനിക്കൊരു ക്ലാസ്മേറ്റ് നോട്ട്ബുക്ക്, അല്ലെങ്കിൽ എനിക്ക് ഈ കമ്പനി നോട്ട്ബുക്ക് വേണം, നമുക്ക് അല്ലെങ്കിൽ കാമിലിൻ്റെ നോട്ട്ബുക്ക് വേണം, അല്ലെങ്കിൽ ഡോംസിൻ്റെ നോട്ട്ബുക്ക്, നമ്മൾ അങ്ങനെയായിരിക്കും പറയാൻ പോകുന്നു. അപ്പോൾ ഇവിടെ ക്ലാസ്മേറ്റ് എന്ന് പറയുന്ന ആ നോട്ട്ബുക്ക് വേണം എന്നാണ് പറയില്ല. പിന്നെ സൈസാണ് നമ്മൾ പറയുക, പേജ് നമ്പറൊക്കെ ആയിരിക്കും പറയുക. അപ്പം അവിടെ ഒരു മക്കളോട് ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു ക്ലാസ്മേറ്റ് എന്ന് പറയുന്ന നോട്ട്ബുക്ക് നമ്മൾ കാണുമ്പോൾ ഇവിടെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, ക്ലാസ്മേറ്റ് എന്ന് കാണാം, പിക്ചറിൽ കാണാം. അപ്പോൾ ക്ലാസ്മേറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണോ അല്ലേ? മക്കൾക്ക് ഡൗട്ട് വരാം, ഞാൻ ക്ലാസ്മേറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ നോട്ടാണ് ഉപയോഗിക്കുന്നത്, ഒരു ഡൗട്ട് വന്നേക്കാം. സോ ഹിയർ ഏത് കമ്പനിയാണ് ക്ലാസ്മേറ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്? ഇവിടെ ഒരു കൺഫ്യൂഷൻ എന്താ അറിയോ, ക്ലാസ്മേറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ പേരല്ല എന്നുള്ള അല്ലേ. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് ഇവിടെ സാറ് മാസ്ക് ചെയ്ത് വെച്ചാണ്. ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് മറ്റൊരു കമ്പനിയാണ്. അത് ITC എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ക്ലാസ്മേറ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇറക്കുന്നത്. അതായത് ക്ലാസ്മേറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേഷനറി ഐറ്റം ആണ്. അങ്ങനെ ക്ലാസ്മേറ്റിന്റെ പേര് നമുക്ക് ഇറേസർ കാണാം, സ്കെയില് കാണാം അല്ലേ, മറ്റ് ഇൻസ്ട്രുമെന്റ് ബോക്സ് കാണാം, നോട്ട്ബുക്ക് കാണാം. അപ്പോൾ കംപ്ലീറ്റ് സ്റ്റേഷനറി ഒരു കമ്പനി പ്രൊഡക്റ്റ് ഒരു കമ്പനി ഇറക്കുന്ന സമയത്ത് അവർ ആ സ്റ്റേഷനറി ഐറ്റംസിന് മൊത്തം അവരൊരു പേര് കൊടുത്തു. ദാറ്റ് നെയിം ഈസ് ക്ലാസ്മേറ്റ്, റൈറ്റ്? അപ്പോൾ കമ്പനിയുടെ പേരെന്താണ്? ITC എന്ന്. സോ കമ്പനിയുടെ പേര് ഇത് നമുക്ക് ഒരു ബ്രാൻഡ് ചെയ്ത് വെച്ചാണ് അല്ലേ, ഒരു ബ്രാൻഡ്. കാരണം നമ്മൾ പറയുന്നു അല്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, എനിക്ക് ആ നോട്ട്ബുക്ക് വേണം അല്ലെങ്കിൽ ഇന്ന പ്രൊഡക്റ്റ് വേണം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ബ്രാൻഡിനെ ക്രിയേറ്റ് ചെയ്യലാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ചില കമ്പനികൾ അതിൻ്റെ പേര് തന്നെ എല്ലാ പ്രൊഡക്റ്റ് എടുക്കാറുണ്ട്. നമുക്കറിയാം, ഇവിടെ ഒരു ITC എന്ന കമ്പനി ആണെങ്കിൽ മറ്റ് പ്രൊഡക്റ്റുകളും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന പല പ്രൊഡക്റ്റുകളും ഇവർ വീണ്ടും ഇറക്കുന്നുണ്ട്. സോ ആ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് നോക്കാൻ പറ്റും. ITC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ പ്രൊഡക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം അവർ ക്ലാസ്മേറ്റ് മാത്രമാണോ, നമുക്ക് സ്റ്റേഷനറി ഐറ്റം മാത്രമാണോ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാതെ, നോക്കിക്കേ. ഇങ്ങനെ ITCയുടെ വെറൈറ്റി പ്രൊഡക്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ പരസ്യം എന്നല്ല കേട്ടോ, നമുക്ക് അക്കൗണ്ട്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നോക്കിക്കേ, നമ്മൾ യൂസ് ചെയ്യുന്ന ആശീർവാദ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ കാൻറ്റീമൻ ആയിക്കോട്ടെ, സൺഫീസ്റ്റ് ആയിക്കോട്ടെ, ബിങ്കോ ആയിക്കോട്ടെ അല്ലേ. അതുപോലെ തന്നെ നമുക്ക് കാണാം യപ്പി നൂഡിൽസ് ആയിക്കോട്ടെ, സൺഫീസ്റ്റ് ആയിക്കോട്ടെ, ഫിയാമ ആയിക്കോട്ടെ, അപ്പോൾ ഇത്ര സാവ്ലോൺ ആയിക്കോട്ടെ, എയിമിലെ മാച്ച് ബോക്സ്. ഓക്കെ, അപ്പം ചെറിയൊരു പ്രൊഡക്റ്റ്, ഒരു 5 രൂപയ്ക്ക് വാങ്ങുന്ന മാച്ച് ബോക്സ് മുതൽ അല്ലേ, നമ്മൾ വലിയ എമൗണ്ട് കൊടുത്ത് വാങ്ങുന്ന ഐറ്റം വരെ ഈ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഫുഡ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്, ബിസ്ക്കറ്റ്സ് ഉണ്ട്, എല്ലാ ഏരിയയിലും വിവൽ അല്ലേ, എല്ലാ ഏരിയയിലും അവർ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ പ്രത്യേകത സാറ് പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്. നമ്മൾ കൊമേഴ്സിലേക്ക് വരാൻ പോയി അല്ലേ. അപ്പോൾ കൊമേഴ്സിലേക്ക് വരുമ്പോൾ കൊമേഴ്ഷ്യൽ തിങ് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരത്തിൽ ഒബ്സർവേഷൻ കമ്പൽസറി ആണ്. നിങ്ങൾ ചെയ്യണം ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ കമ്പനി ഓരോ പ്രൊഡക്റ്റിലേക്ക്, ഓരോ വെറൈറ്റി പ്രൊഡക്ട്സിലേക്ക് വരുമ്പോഴും അവരെന്ത് ചെയ്യുന്നു,
അവരവരെ ഒരു മറ്റൊരു പേര് കൊടുക്കുന്നു. അപ്പോൾ ഒരു ഹാൻഡ് വാഷ് ആണെങ്കിൽ സാവ്ലോൺ എന്ന് പേരാ കൊടുക്കുന്നത്, ഒരു ബിസ്ക്കറ്റിനാണെങ്കിൽ മറ്റൊരു പേരാ കൊടുക്കുന്നത് അല്ലേ, ഒരു ബിങ്കോ എന്ന് പറയുന്ന പേര് കൊടുക്കുന്നു, യെപ്പി എന്ന് പറയുന്ന പേര് കൊടുക്കുന്നു. അപ്പോൾ ഒരു കമ്പനി അതിന്റെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെറൈറ്റി പേര് കൊടുത്തേക്കാം. അല്ലാതെയും ചെയ്യുന്നവരുണ്ട് അല്ലേ, ഒരേ പേര് തന്നെ ഒരേ നെയിമിൽ തന്നെ എല്ലാ പ്രൊഡക്റ്റുകളും സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഗോദ്രേജ് കാണാം, ഗോദ്രേജ് എന്നുള്ള പേര് പരിചയമില്ലേ. അപ്പൊ ഗോദ്രേജ് എന്ന് പറയുന്ന കമ്പനി അവരുടെ ഷെൽഫ് ആണെങ്കിലും അവരുടെ ഒരു ബാത്ത് സോപ്പ് ആണെങ്കിലും ഒരേ പേര് കാണാം, ഒരു ലോക്ക് ആണെങ്കിലും ഒരേ പേര് കാണാം. അപ്പം അങ്ങനെ വ്യത്യസ്തമായ പേരുകൾ കൊടുക്കണം നിർബന്ധമില്ല. സോ ഐ ഡിസ്കസ് ദീസ് തിങ്സ്. എന്തിനാണ് ഞാൻ ഇത്രയും കാര്യം ഡിസ്കസ് ചെയ്ത്, നമ്മൾ കൊമേഴ്സിലേക്ക് വരുന്ന സമയത്ത് എന്തായാലും ഇത്തരത്തിലുള്ള ബ്രാൻഡുകൾ, ബ്രാൻഡ് അംബാസിഡേഴ്സിലെ അഡ്വർടൈസ്മെന്റ്സ്, ഏത് ടൈപ്പ് പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ റേറ്റ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കുന്ന ഐറ്റംസ് എത്ര പാക്കറ്റ്സ് ഉണ്ടല്ലേ നമ്മുടെ സ്റ്റോർ റൂമിലൊക്കെ നോക്കുമ്പോൾ അതെല്ലാം ഏത് കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ രജിസ്റ്റേർഡ് അഡ്രസ് എന്താണ്. ഒരു കൊമേഴ്സ് സ്റ്റുഡന്റ് അങ്ങനെയാണ്, ഇതൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ അല്ലേ? നമുക്ക് അക്കൗണ്ടൻസിലേക്ക് വരേണ്ടതല്ലേ, അക്കൗണ്ടൻസിലേക്ക് വരേണ്ടത് നോക്കിക്കോളൂ. അക്കൗണ്ടൻസിയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. സി അക്കൗണ്ടന്റ്. അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുന്ന ആ വാക്ക് എന്തായിരിക്കും? അക്കൗണ്ടന്റ് എന്ന് പറയുന്ന വാക്ക് നമ്മളെ മനസ്സിലേക്ക് വരും. കാരണം അക്കൗണ്ടന്റ് എന്താണോ ചെയ്യുന്നത് അത് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്, അത് അക്കൗണ്ടൻസിയിലൂടെയാണ് അയാൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പേഴ്സൺ ഓർ ഗ്രൂപ്പ് അല്ലേ, ഒരു ഗ്രൂപ്പ് ആയിരിക്കും. അവർ ചെയ്യുന്ന വർക്ക് അല്ലേ, അവർ എന്താണോ അവർ ചെയ്യുന്നത്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ചെയ്യുന്നത്, അവർ അക്കൗണ്ടൻസി പഠിച്ചവരായിരിക്കും അല്ലെ, അവർ അക്കൗണ്ട്സ് പഠിച്ചവരായിരിക്കും. അവർ പഠിച്ച അക്കൗണ്ടൻസിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓരോ ഫേമിന്റെ അകത്തും നമുക്ക് ഏത് രീതിയിലാണ് നമുക്ക് അക്കൗണ്ട്സ് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കുക, ആ ഒരു രീതി അല്ലെങ്കിൽ അതെങ്ങനെയാണ്, ആ തിയറി എന്താണ്, അതായിരിക്കും നമ്മളും പഠിക്കാൻ പോകുന്നത്. അപ്പം അക്കൗണ്ടന്റ് എന്താണോ വർക്കൗട്ട് ചെയ്യുന്നത് അതാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അപ്പം അതിന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അത് നല്ലൊരു ബേസ്, എന്താണ് സംഭവം എന്നുള്ളതൊക്കെ നല്ലൊരു ബേസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് അക്കൗണ്ടൻസിൽ പഠിക്കാൻ സാധിക്കും. സി വൺ എക്സാമ്പിൾ. ഓക്കെ, വൺ എക്സാമ്പിൾ. സി വൺ എക്സാമ്പിൾ. ആ എക്സാമ്പിൾ ഇങ്ങനെയാണ്. സി നമുക്കറിയാം ഒരു പ്രൊഡക്റ്റിലെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അക്കൗണ്ടൻസി ആണ്. ഒരു പ്രൊഡക്റ്റ് വരുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിലേക്ക് നമുക്ക് എങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് നമ്മളെ കയ്യിലെത്തുന്നത് അല്ലേ, അത് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ എത്തുന്നത്, ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഒരു ചെറിയൊരു എക്സാമ്പിൾ നമുക്കറിയാം. ഇപ്പം ഒരു ചോക്ലേറ്റ് മാനുഫാക്ചറിങ് കമ്പനി, ഒരു ചോക്ലേറ്റ് മാനുഫാക്ചറിങ് കമ്പനി നമുക്കറിയാം. ഒരു മഞ്ച് ഒരു ചോക്ലേറ്റിന്റെ എക്സാമ്പിളാണ്. അതിന്റെ ഒരു മഞ്ച് ഏത് ഫേമാണ് ഉണ്ടാക്കുന്നത്? നെസ്ലെ എന്ന് പറയുന്ന ഒരു ഫേമാണ് മഞ്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നെസ്ലെ എന്ന് പറയുന്ന കമ്പനി നമുക്കൊരു ബേസിക് ആയിട്ട് അതിനൊരു അക്കൗണ്ടിങ് സ്ട്രക്ചർ പറയുകയാണെങ്കിൽ, അക്കൗണ്ടിങ് സ്ട്രക്ചർ ഉദ്ദേശിച്ചത് ഒരു പ്രൊഡക്റ്റിന്റെ ഒരു മാനുഫാക്ചറിങ് കമ്പനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു സിമ്പിൾ ഫോർമാറ്റിലൂടെ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ടോപ്പ് ലെവൽ അല്ലേ, ഒരു ടോപ്പ് ലെവല് ഒരു ഇൻസ്ട്രക്ടർ, ഐ മീൻ CEO അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് പോലെ ഒരാൾ ഉണ്ടായിരിക്കുന്നു. ദെൻ അണ്ടർ ഹിസ് അല്ലേ ഒരുപാട് പേര് അയാളുടെ ഇൻസ്ട്രക്ഷൻസ് കേട്ടിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് മാനേജേഴ്സ് നമുക്ക് കാണാം. ഒരുപാട് കാറ്റഗറീസ് അല്ലേ, ഒരുപാട് മാനേജേഴ്സിനെ നമുക്ക് കാണാം. ഓരോ മാനേജേഴ്സിന്റെയും അണ്ടറിൽ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സഹായിക്കാൻ വേണ്ടി കുറേ എംപ്ലോയീസ് ആ ഫേമിന്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. ഇനി ഇവിടെ ഒരു ക്യാബിൻ ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഒരു കമ്പനിയിലെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ നടന്ന് അവർ റോ മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നു. ആ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തതിനു ശേഷം ദേ ആർ മേക്കിംഗ് ദ പ്രൊഡക്ഷൻ. ഈ മാനേജേഴ്സിന്റെ ഇൻസ്ട്രക്ഷനോടുകൂടി ആ പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നു. ഒരു പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അവിടെ ഫിനാൻസ് ടീമിന്റെ സപ്പോർട്ട് വേണം, മാർക്കറ്റിംഗ് ടീമിന് സപ്പോർട്ട് വേണ്ടി വരും, അതുപോലെ തന്നെ അത് സെയിൽസ് ടീമിന് സപ്പോർട്ട് വേണ്ടി വരും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഇവരൊക്കെ ഒരു കോസ്റ്റ് കൂടാൻ പാടില്ല, അതെങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് ആദ്യം തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ പാക്കിംഗ് സ്റ്റൈൽ മാറ്റേണ്ടി വരും. ഇങ്ങനെയുള്ള ഇവരുടെ ഒരു കോർഡിനേഷനിലൂടെയാണ് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തുന്നത് അല്ലേ. അപ്പോൾ അവരുടെ ഡിസിഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ അവരുടെയൊക്കെ ഡിസിഷൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വിചാരിച്ച ചോക്ലേറ്റ് അല്ലേ പർച്ചേസ് മേനയുടെ സഹായത്തോടു കൂടി നമ്മൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നു, അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് സഹായത്തോടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം അത് ആരെ തലയിൽ വരും, മാർക്കറ്റിംഗ് ടീമിന് തലയിൽ അവർ ചെയ്തോളും ആ വർക്ക്. അങ്ങനെ അവർ നല്ല അഡ്വർടൈസ്മെന്റ് എല്ലാം കൊടുത്ത് നമ്മളെ മനസ്സിലേക്ക്, നിങ്ങൾക്ക് അറിയാലോ പുതിയ ചോക്ലേറ്റ്സുകൾ പുതിയ ഐസ്ക്രീംസ് ഒക്കെ നമ്മളെ മനസ്സിലേക്ക് എങ്ങനെയാണ് വരുന്നത്, വലിയ ഫിലിം സ്റ്റാർസിനൊക്കെ വെച്ചിട്ട് നല്ല ബ്രാൻഡ് ചെയ്യില്ല, ഒരുപാട് പുതിയ ഐസ്ക്രീംസിനൊക്കെ പരസ്യം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അങ്ങനെ നമ്മൾ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു അല്ലേ. നമ്മുടെ കയ്യിലേക്ക് നേരിട്ടാണോ എത്തുന്നത്, ആ കമ്പനി നേരിട്ടാണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്? അല്ല. ഇവിടെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മൂവിങ് ടു വെയർ, അത് ഒരു ഹോൾസെയിലറുടെ കയ്യിലേക്ക് എത്തും അല്ലേ.
ഹോൾസെയിലർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുകയും അതേ ബൾക്ക് ക്വാണ്ടിറ്റി സെയിൽസ് നടത്തുകയും ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ബൾക്കായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആളാണ് ഹോൾസെയിലർ. നമുക്ക് ബൾക്ക് വേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കൊരു ചോക്ലേറ്റ് മതി, നമ്മളൊരു ബോക്സ് കണക്കിന് ചോക്ലേറ്റ് വേണ്ട ആവശ്യമില്ലല്ലോ. സോ വി ആർ പർച്ചേസിങ് ഫ്രം ദ റീറ്റെയിലർ. ഇയാൾ എന്ത് ചെയ്യുന്നടാ? റീറ്റെയിലേഴ്സിന്റെ കയ്യിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിക്കും. ആ റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഷോപ്സ് ആണ് അല്ലേ, നമ്മളെ വീട്ടിനടുത്തുള്ള ഷോപ്പാണ്. അപ്പോൾ അയാളുടെ കയ്യിൽ നിന്നും അയാളുടെ ഷോപ്പിൽ നിന്നും നമ്മൾ ക്യാഷ് കൊടുത്തുകൊണ്ട് ആ പ്രൊഡക്റ്റിനെ പർച്ചേസ് ചെയ്യുന്നു. റൈറ്റ്? ക്ലിയർ ആയോ? പർച്ചേസ് ചെയ്യുന്നു. അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പൈസ അല്ലേ, 5 rupees ആണെങ്കിൽ ആ 5 rupees ചോക്ലേറ്റ് നമ്മൾ കൊടുക്കുന്നു. 10 ആണ്, നമ്മൾ 10 കൊടുക്കുന്നു. അങ്ങനെ അത് എവിടെ എത്തുന്നു? ആ കമ്മീഷനൊക്കെ കഴിഞ്ഞ് നമ്മളെ ഫേമിലേക്ക് എത്തുന്നു. ആ ഫേമിന്റെ മേജർ റവന്യൂ എന്തായിരിക്കും? ആ കിട്ടിയ പൈസ ആയിരിക്കും. ഓക്കെ അല്ലേ? റവന്യൂ ആ കിട്ടിയ പൈസ ആയിരിക്കും. റൈറ്റ്? ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇതിൻ്റെ അകത്ത് എന്താണ് അക്കൗണ്ടന്റ് അല്ലേ? സോ സാറിതാ ഇവിടെ ഈ ഒരു ബിസിനസിന്റെ അകത്ത്, ഏതെങ്കിലും ഒരു ഫേമിന്റെ അകത്ത് നമുക്ക് 2 രീതിയിലുള്ള ഇവന്റ്സുകളാണ് ഉണ്ടാകുക. ഈ ഫേമിന്റെ അകത്ത് 2 രീതിയിലുള്ള ഇവന്റ്സുകളാണ് ഉണ്ടാകുക. എസ്പെഷ്യലി ആ ഇവന്റ്സിന് നമുക്ക് പേര് കൊടുക്കാം. അത് ഇങ്ങനെയാണ്. ഒന്നാമത്തത് ഇക്കണോമിക് ഇവന്റ് ആൻഡ് സെക്കൻഡ് വൺ നോൺ ഇക്കണോമിക് ഇവന്റ്. പഠിച്ചു വെച്ചോ. എന്താണ് ഒരു ഫേമിന്റെ അകത്ത് 2 types of events we can see, that is economic and non-economic event. വളരെ സിമ്പിളാ. നമ്മൾ മെല്ലെ നിങ്ങൾ അറിയാതെ അക്കൗണ്ടൻസിലേക്ക് എത്തും കേട്ടോ. അപ്പൊ ഇക്കണോമിക് ഇവന്റ് അല്ലേ, ഇക്കണോമിക് ഇവന്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഇൻ കണക്ഷൻ വിത്ത് മണി. ഓക്കെ, ഒരു ഫണ്ടുമായിട്ട്, ഒരു ഫിനാൻസുമായിട്ട് കണക്റ്റഡ് ആണ് ഒരു ട്രാൻസാക്ഷൻ. ദാറ്റ് ഈസ് കോൾഡ് ഇക്കണോമിക് ഇവന്റ്. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഞാൻ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഞാൻ 10 രൂപയ്ക്ക് ഒരു പെന്ന് വാങ്ങുന്നു അല്ലേ. ആ പെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് 12 രൂപയ്ക്ക് സെയിൽസ് നടത്തുന്നു, അങ്ങനെ കൊടുക്കുന്നു. എടാ 12 രൂപ തന്നേക്കും എന്ന് പറയുന്നു. ഈസ് ആൻ ഇക്കണോമിക് ഇവന്റ്. അതേ ക്ലാസ്സിൽ ഞാൻ കുട്ടികൾക്ക് അഡ്വൈസ് കൊടുക്കുന്നു. ഇറ്റ് ഈസ് നോൺ ഇക്കണോമിക് ഇവന്റ്. അതേപോലെ തന്നെയാണ് ഒരു ഫേമിന്റെ അകത്ത് ഫണ്ടുമായിട്ട്, ഫിനാൻസുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് ഇക്കണോമിക്. അതായത് ഫിനാൻസുമായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് നോൺ ഇക്കണോമിക് എന്ന് പറഞ്ഞാൽ ഫിനാൻസ് നോട്ട് കണക്ഷൻ വിത്ത് ഫിനാൻസ് ആണ് അല്ലേ, ഫണ്ടുമായിട്ട് കണക്ഷൻ ഉണ്ടാവരുത്. എക്സാമ്പിൾ പറയാം. സാലറി പെയ്ഡ് ഇക്കണോമിക് ആണ്, അതുപോലെ തന്നെ റെന്റ് പെയ്ഡ് ഇക്കണോമിക് ആണ്, സെയിൽസ് നടക്കുന്നു ഇക്കണോമിക് ആണ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഇക്കണോമിക് ആണ്, അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും കമ്മീഷൻ ഇഷ്യൂ ചെയ്യുന്നു അത് ഇക്കണോമിക് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇക്കണോമിക് ഇവന്റ്സുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫേമിനകത്ത് എന്തുണ്ടാവും? നോൺ ഇക്കണോമിക് ഇവന്റും ഉണ്ടായിരിക്കും. അപ്പൊ ഈ 2 ഇക്കണോമിക് ഇവന്റ് നടക്കുമ്പോൾ നമ്മുടെ ഈ ക്യാബിന്റെ അകത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്യാബിന്റെ അകത്ത് ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. മനസ്സിലായോ? ആ വൈറ്റ് ക്യാബിന്റെ അകത്ത് മനസ്സിലായോ? ഈ വൈറ്റ് ക്യാബിന്റെ അകത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട്. ഓക്കെ റൈറ്റ്. ഇയാളുടെ ജോലി എന്ന് പറയുന്നത് ഒരു ഫേമിന്റെ അകത്ത് നടക്കുന്ന മുഴുവൻ ഇക്കണോമിക് ഇവന്റുകളെയും ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സി, അയാൾ അക്കൗണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ടീം, ഒരു അക്കൗണ്ട്സിന്റെ ഭാഗമാണ്, ആ സിസ്റ്റത്തിന്റെ ഭാഗമാണ്, ഒരു ഫിനാൻസ് ടീമിന്റെ ഭാഗമാണ്. അപ്പൊ ഇയാളുടെ ജോലി എന്ന് പറയുന്നത് ഒരു ഫേമിന്റെ നടക്കുന്ന മുഴുവൻ ഇക്കണോമിക് ഇവന്റുകളെയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും? ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. വലിയ ഫേമാണ്, കുറെ ബ്രാഞ്ചുകളുണ്ട്. ഏതെങ്കിലും ഒരു സിംഗിൾ ബ്രാഞ്ചിൽ പോലും അക്കൗണ്ടന്റ് ഇരിക്കുന്നത് ഹെഡ് ഓഫീസിലായിരിക്കാം. ഏതെങ്കിലും ഫാർ അവേ ഉള്ള സിംഗിൾ ബ്രാഞ്ചിൽ പോലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇക്കണോമിക് ഇവന്റ് നടന്നു കഴിഞ്ഞാൽ, ഒരു 100 രൂപയുടെ പർച്ചേസ് നടന്നു കഴിഞ്ഞാൽ, ഒരു 1000 rupees സെയിൽസ് നടന്നു കഴിഞ്ഞാൽ, ഒരു 10,000 rupees സാലറി കൊടുത്തു കഴിഞ്ഞാൽ, ഹൗ ഹി ക്യാൻ ഐഡന്റിഫൈ? സോ ദ ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് എൻ അക്കൗണ്ടന്റ് അല്ലേ, അക്കൗണ്ടന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ദ പ്രൈം ഡ്യൂട്ടി എന്ന് പറയുന്നത് ഐഡന്റിഫൈ അല്ലേ, ഐഡന്റിഫൈ ദ ഇക്കണോമിക് ഇവന്റ് ഐഡന്റിഫൈ ചെയ്യണം. ഹൗ ഹി ക്യാൻ ഐഡന്റിഫൈ? ആലോചിച്ച് നോക്കടാ. സാർ സിമ്പിൾ എക്സാമ്പിൾ പറയാം. അതായത് നമ്മൾ ഒരു ഷർട്ട് വാങ്ങാൻ വേണ്ടി നിങ്ങളെ പാരന്റ് ഷർട്ട് വാങ്ങിയിട്ട് 1000 rupees തന്നു. ആ 1000 rupees കൊണ്ട് നിങ്ങൾ ടൗണിൽ പോകുന്നു, ടെക്സ്റ്റൈൽസ് നിങ്ങൾ ഷർട്ട് പർച്ചേസ് ചെയ്യുന്നു. ആ ഷർട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കാണിക്കുന്നു. ഇതാണ് ആ ഷർട്ട്, 1000 rupees ഷർട്ട് ഇതാണ്. അപ്പൊ നിങ്ങളെ പാരന്റിന് ഒരു സംശയം വന്നു, ഇത് 1000 rupees ഉണ്ടോ? ചെറിയൊരു ഡൗട്ട് വന്നു, 1000 rupees ഇത് ഉണ്ടോ? ഓക്കെ, അപ്പൊ ഹൗ യു ക്യാൻ കൺവിക്സ് അല്ലേ? നിങ്ങളെ പാരന്റ് എങ്ങനെ കൺവിക്സ് ചെയ്യാൻ സാധിക്കും? ഇത് എൻ്റെ തന്നെയാണ്, ഇത് 1000 rupees ആണ്, ഞാനതിൽ വെള്ളം ചേർത്തിട്ടില്ല എന്നൊക്കെ എങ്ങനെ പറയേണ്ടി വരും. പക്ഷേ ഇറ്റ് ഈസ് ബെറ്റർ ടു ഷോ ദ ബിൽ അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഷോപ്പ് കീപ്പർ അല്ലേ, നിങ്ങൾ എവിടെ നിന്നാണോ പർച്ചേസ് ചെയ്തത് അയാൾ നിങ്ങൾക്കൊരു ബില്ല് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. ആ ബില്ല് പാരന്റിന് കാണിച്ചു കൊടുക്കും. ഇതാണ് ആ ബില്ല്, ഇതാണ് തെളിവ് അല്ലേ. അപ്പൊ ഒരു ഫേമിന്റെ അകത്ത് അപ്പൊ അവിടെ പ്രശ്നം കഴിഞ്ഞു.
ഒരു ഫേമിന്റെ അകത്ത് ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ ഐഡന്റിഫൈ ചെയ്യാൻ ഏറ്റവും എളുപ്പം, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്ന ഇങ്ങനെയാണ്: ഏത് ഇക്കണോമിക് ഇവന്റ് നടന്നു കഴിഞ്ഞാലും, ഏത് ഇക്കണോമിക് ഇവന്റ് ഫേമിന്റെ അകത്ത് നടന്നു കഴിഞ്ഞാലും അവിടെ ഒരു എവിഡൻസ് ഉണ്ടായിരിക്കും. ആ എവിഡൻസിനെ പറയുന്ന പേര് സോഴ്സ് ഡോക്യുമെന്റ് എന്നാണ്. ഒരു പേര് നിങ്ങൾ പഠിച്ചു വെച്ചു. ദാറ്റ് ഡോക്യുമെന്റ് ഈസ് കോൾഡ് സോഴ്സ് ഡോക്യുമെന്റ്. ക്ലിയർ അല്ലേ? ദാറ്റ് ഡോക്യുമെന്റ് ഈസ് കോൾഡ് സോഴ്സ് ഡോക്യുമെന്റ്. അപ്പൊ എന്തൊക്കെയാവാം സോഴ്സ് ഡോക്യുമെന്റ്? പഠിച്ചു വെച്ചോ. എക്സാമ്പിൾ അല്ലേ, എന്തൊക്കെയാവാം സോഴ്സ് ഡോക്യുമെന്റ്? അതൊരു ബില്ലാവാം അല്ലെ, അതൊരു റെസിപ്റ്റ് ആവാം, അതൊരു ഡെബിറ്റ് നോട്ട് ആവാം, അല്ലെങ്കിൽ അതൊരു ക്യാഷ് മെമ്മോ ആവാം, അതൊരു ഇൻവോയ്സ് ആവാം. ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഡോക്യുമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഒരു ഡോക്യുമെന്റ്സ് എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, അക്കൗണ്ട് എന്താ ചെയ്യുന്നത്? ഇത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു അല്ലേ? അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് വെക്കുന്നു. അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് അവിടെ വെക്കുകയല്ല ചെയ്യേണ്ടത്. അയാൾ നേരെ എന്ത് ചെയ്യണം? അതെല്ലാം കൃത്യമായിട്ട് എഴുതി വെക്കണം അല്ലേ? കൃത്യമായിട്ട് എഴുതി വെക്കണം, നോട്ട് ചെയ്ത് വെക്കണം. അതിന് പറയുന്നത് റെക്കോർഡിംഗ് എന്നാണ് അല്ലേ? റെക്കോർഡിംഗ് ആണ്. അങ്ങനെ റെക്കോർഡ് ചെയ്യുകയും അത് തരംതിരിച്ച് വെക്കുകയും ചെയ്യും. ക്യാഷ് എത്ര, പർച്ചേസ് എത്ര എന്നല്ലേ? അങ്ങനെ ഒരു സാമ്പത്തിക വർഷം കഴിയുമ്പോൾ ഈ പ്രോസസ്സിലെ, ഫോർ എക്സാമ്പിൾ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ വരുന്നില്ലേ? ഏപ്രിൽ 1, 2020 ആണെങ്കിൽ മാർച്ച് 31, 2021. ഈ ഒരു സാമ്പത്തിക വർഷം നടന്ന എല്ലാ ഇടപാടുകളെയും ഇയാൾ ഇങ്ങനെ എഴുതി വെക്കുകയും ക്ലാസിഫിക്കേഷൻ നടത്തുകയൊക്കെ ചെയ്യും. എഴുതി വെക്കുക പറഞ്ഞാൽ നടന്ന കാര്യങ്ങൾ എഴുതി വെക്കുന്ന ഓർഡറിൽ. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ തരംതിരിച്ച് വെക്കുക. അതിനകത്ത് ക്യാഷ് ഉണ്ടാവും, പർച്ചേസിന്റെ ഇൻഫോർമേഷൻ ഉണ്ടാവും, സെയിൽസിന്റെ ഇൻഫോർമേഷൻ ഉണ്ടാവും, സാലറി ഇൻഫോർമേഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് റെന്റിന്റെ ഇൻഫോർമേഷൻസ് ഉണ്ടാവും, ക്യാപിറ്റലിനെ കുറിച്ച് പറയുന്നുണ്ടാവും. ഇവരെയൊക്കെ തരംതിരിച്ച് വെക്കുക. അതിനെ ക്ലാസിഫിക്കേഷൻ ഫംഗ്ഷൻ എന്നാണ് പറയുക. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ സാർ ടച്ച് ചെയ്ത് പോവുകയാണ്. അതിലൊക്കെ അക്കൗണ്ട് എന്നാണ് പറയല്ലേ? ക്യാഷിനെ കുറിച്ച് അറിയാം ക്യാഷ് അക്കൗണ്ട്, പർച്ചേസിനെ കുറിച്ച് അറിയാം പർച്ചേസ് അക്കൗണ്ട് അല്ലേ? അങ്ങനെ കൃത്യമായിട്ട് അയാൾ എഴുതി വെക്കുന്നു അല്ലേ? നോട്ട് ചെയ്ത് വെക്കുക, ക്ലാസിഫിക്കേഷൻ നടത്തുക. ഈ പ്രോസസ് ഒക്കെ കഴിയുമ്പോൾ, ഇതിങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരു 12 മന്ത് കഴിയണം അല്ലെ? ഒരു 12 മന്ത് പീരീഡ്, അതായത് ഒരു വർഷം എന്ന് പറയുന്ന പീരീഡ് കഴിയുമ്പോൾ, മാർച്ച് 31 കഴിയുമ്പോൾ അയാളുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് കമ്പൽസറി ടു പ്രിപ്പയർ, കമ്പൽസറി ടു ഐഡന്റിഫൈ ദ റിസൾട്ട് ഓഫ് ദ ഫേം ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. 2 പേര് മക്കൾ ഓർമ്മിച്ച് വെക്കുക: റിസൾട്ട് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. എന്താ റിസൾട്ട്? വെദർ ദ കമ്പനി, വെദർ ദ ഫേം ഈസ് ഗോയിങ് ടു പ്രോഫിറ്റ് ഓർ ലോസ്. ഒരു അക്കൗണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്താ? ഒരു ബിസിനസ്മാൻ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത് എന്താ? എൻ്റെ ഫേം അല്ലേ, ഈ ഫേം ലാഭത്തിലാണോ നഷ്ടത്തിലാണോ, അതുകൂടി പറഞ്ഞു കൊടുക്കലാണ് നമ്മുടെ അക്കൗണ്ടന്റിന്റെ ജോലി എന്ന് പറയുന്നത്. ഇത് വെറുതെ 31 തീയതി പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതിന് എന്ത് വേണം? അതിന് മുമ്പേ ഉള്ള ഓരോ ദിവസവും ഓരോ ടൈമിലും ഫേമിൻ്റെ അകത്ത് നടക്കുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകളെയും കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുകയും കൃത്യമായി ക്ലാസിഫിക്കേഷൻ നടത്തുകയും എല്ലാം ചെയ്തതിന് ശേഷം അതിന് ലാസ്റ്റ് സമ്മറൈസിങ് പ്രോസസ് ആണല്ലേ? സമ്മറൈസിങ് പ്രോസസ്സ് പറയുമ്പോൾ അതിന്റെ റിസൾട്ട് കണ്ടുപിടിക്കുകയാണ്. ആ സമ്മറൈസിങ് പ്രോസസ്സിലൂടെ ഫേമിന്റെ റിസൾട്ട് പറഞ്ഞു കൊടുക്കുകയും ഫേമിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്നുള്ളത്, അസറ്റും ലയബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഒരു അക്കൗണ്ടന്റിന്റെ ജോലി. അക്കൗണ്ട്സ് നമ്മൾ എത്തിയിട്ടില്ല, സോ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ അക്കൗണ്ടിന്റെ ജോലി എന്താണ്, എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക? വെറുതെ എഴുതി വെച്ചാൽ മതിയോ? ഇത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു 1000 rupees അല്ലെ? ഇത്ര രൂപയ്ക്ക് സെയിൽസ് നടത്തി, ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റുമോ? അക്കൗണ്ടിങ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ് അല്ലെ? അപ്പോൾ നമുക്കത് സിസ്റ്റമാറ്റിക് എഴുതണം. അതിന് നിയമങ്ങളുണ്ട്. ഡെബിറ്റ് ക്രെഡിറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. കുറെ നിയമങ്ങളുണ്ട്, കുറെ റൂൾസുകളുണ്ട്. ആ റൂളുകളൊക്കെ പാലിച്ചുകൊണ്ട് കൃത്യമായി കോളംസ് എല്ലാം വരച്ച്, കുറെ കള്ളികളും കുറെ അക്കൗണ്ട്സ് എല്ലാം വരച്ച്, സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരച്ച് നമ്മൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യേണ്ടതാണല്ലേ? അത് എഴുതി വെക്കണം. നമുക്കറിയുന്ന പോലെയല്ല, അത് മറ്റുള്ളവർക്ക് മനസ്സിലാവണം കേട്ടോ. അപ്പൊ ആ രീതിയിൽ കൃത്യമായിട്ട് എഴുതി വെക്കലാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അതിനൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം നമ്മൾ അക്കൗണ്ടൻസി പഠിക്കും. ഇനി ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ ക്ലാസിഫിക്കേഷനും ഒരു സിസ്റ്റം ഉണ്ട്, അതും നമ്മൾ അക്കൗണ്ടൻസി പഠിക്കും. ഇനി അത് സമ്മറൈസിങ് ചെയ്യുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരയ്ക്കുകയാണ്, അതും നമ്മൾ ചെയ്ത് പഠിക്കണം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടൻസിയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അക്കൗണ്ടിങ് വർക്കൗട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അക്കൗണ്ടൻസിയിൽ റെക്കോർഡ് ചെയ്യുക, ജേർണലൈസിംഗ് എന്നാണ് പറയുക, റെക്കോർഡ് ചെയ്യുക, എങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടൻസിക്കകത്ത് ക്ലാസിഫിക്കേഷൻ ഫംഗ്ഷൻ നടത്തുക, എങ്ങനെയാണ് ഒരു ഫേമിന്റെ റിസൾട്ട് കണ്ടുപിടിക്കുക, അതൊക്കെ അക്കൗണ്ടൻസിക്ക് അകത്തുള്ള കാര്യങ്ങളാണ്. ആ ബേസിക് തിങ്സ് ആണ് നമ്മൾ അക്കൗണ്ട്സ് പഠിക്കേണ്ടത്. എഴുതി വെക്കുന്നത് മുതൽ ഒരു ഫേമിന്റെ ലാഭം കണ്ടുപിടിക്കുന്നത് വരെ എങ്ങനെയാണ് ബേസിക് അക്കൗണ്ടിങ് പ്രൊസീജിയർ ചെയ്യുക. ഇത് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ മേലോട്ട് പോകുമ്പോൾ, അതായത് ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോയി അതിന്റെ മുകളിലേക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. സോ
ബേസിക്കലി നമ്മൾ പഠിക്കേണ്ടത് ഒരു ഫേമിന്റെ റിസൾട്ട് കണ്ടുപിടിക്കുന്നവരുള്ള ബേസിക് പ്രൊസീജിയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് പ്രൊസീജിയർ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക വേണ്ടത്. സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ മറ്റ് തിയറി ഭാഗങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളായിരിക്കും അടുത്ത ക്ലാസ്സിൽ. സീ യു ദേർ.